യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭയിൽ രൂപാന്തരീകരണത്തിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് താബോർ മലയിൽ വെച്ച് പോവുകയും അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയും ചെയ്തു എന്ന് വചനം പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് അവർ പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് പോയെന്നും പ്രാർത്ഥനയുടെ സമയത്ത് രൂപാന്തരപ്പെട്ടു എന്നുമാണ്. ഒരു സ്വർഗീയമായ ഒരു അനുഭവമാണ് ശിഷ്യന്മാർക്ക് ആ സമയത്ത് കിട്ടിയത്. മോശയും ഏലിയായും ഒക്കെ വന്ന് ഈശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അവർ കാണുകയാണ്. പത്രോസ് പറഞ്ഞു, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു എന്ന്. പക്ഷേ എപ്പോഴും അങ്ങനെ അവിടെ തന്നെ ആയിരിക്കാൻ പറ്റില്ലല്ലോ. ഈശോ അവരെയും കൂട്ടി മലയുടെ താഴ്വരയിലേക്ക്, ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത്. പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ നമുക്ക് സ്വർഗീയമായ ഒരു അനുഭവം പ്രദാനം ചെയ്യണം. നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം സംഭവിക്കണം. ആ അനുഭവമായി നമ്മുടെ കുടുംബാംഗങ്ങളുടെ, നമ്മുടെ സമൂഹങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് അവരോടൊപ്പം നമ്മൾ ജീവിക്കണം, പ്രവർത്തിക്കണം. അവരുടെ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് തോന്നും. അങ്ങനെ സ്വർഗീയ അനുഭവത്തോടുകൂടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഇടപെടലുകളിലും പ്രവർത്തനങ്ങളും അനുഗ്രഹപ്രദമാക്കുകയും നമ്മുടെ ഇടപെടലുകളും പ്രവർത്തനങ്ങളിലും കിട്ടുന്ന അനുഭവങ്ങൾ പ്രാർത്ഥനയെ കുറച്ചും കൂടെ തീക്ഷ്ണതയുള്ളതാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ പരസ്പര പൂരകങ്ങളായി പ്രാർത്ഥനയും പ്രവർത്തനവും മുന്നോട്ട് പോകുവാൻ ഈ ഒരു അനുഭവം നമ്മളെ സഹായിക്കും. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.